ചെയ്തിരുന്ന പ്രവർത്തനങ്ങളാണ് നാം അവസാനമായി ചർച്ച ചെയ്തത്. നേതാജിയുടെ ജപ്പാൻ ജീവിതവും മരണത്തിലെ നിഗൂഢതയും പിന്നീടുള്ള ജീവിതവും ഈ വീഡിയോയിലൂടെ നാം ചർച്ച ചെയ്യും. ജർമ്മനിയുടെ സഖ്യത്തിലുള്ള ജപ്പാൻ അമേരിക്കയ്ക്കും ഇംഗ്ലണ്ടിനും എതിരെ യുദ്ധം പ്രഖ്യാപിച്ച സമയം. ജപ്പാൻ സൈന്യം ബർമയിലെത്തുകയും ബ്രിട്ടീഷ് സൈന്യം റംഗൂൺ വിട്ടു പോവുകയും ചെയ്തു. ഈ സമയത്ത് നേതാജി ജർമ്മനി വിടാൻ തീരുമാനിച്ചു. നേതാജിയുടെ യാത്രക്ക് വേണ്ട സൗകര്യങ്ങൾ ജർമ്മനി ചെയ്തു കൊടുത്തു. U-118 എന്ന ജർമ്മൻ അന്തർവാഹിനി കപ്പലിലാണ് നേതാജി ജർമ്മനി വിട്ടത്. ജപ്പാന്റെ I-29 എന്ന മുങ്ങിക്കപ്പൽ നേതാജിയെ കൂട്ടാനായി വഴിയിൽ കാത്തു നിന്നിരുന്നു. 1943 മെയ് 6 അദ്ദേഹം സബാങ് എന്ന ദ്വീപിലെത്തി. അവിടെ നേതാജിയെ സ്വീകരിക്കാൻ ജപ്പാൻ സൈന്യത്തിലെ കേണൽ യാമമോട്ടോ എത്തിയിരുന്നു. 1943 മെയ് 12 അദ്ദേഹം ടോക്കിയോയിലെത്തി. പിന്നീട് ജപ്പാൻ പ്രധാനമന്ത്രി ജനറൽ ട്രോജോയുമായി ചർച്ച നടത്തി. അവിടെ വെച്ച് ജപ്പാനുമായി ഒരു ഔദ്യോഗിക ധാരണയിൽ നേതാജി എത്തിച്ചേർന്നു. 1913 USA പ്രവാസി ഇന്ത്യക്കാരായ പഞ്ചാബുകാർ ഉണ്ടാക്കിയ സംഘടനയാണ് ഖദർ. ഇന്ത്യയുടെ സ്വതന്ത്രമായിരുന്നു ഖദർ പാർട്ടിയുടെ ലക്ഷ്യം. ഈ പാർട്ടിക്ക് മെക്സിക്കോ, ജപ്പാൻ, ചൈന, ഫിലിപ്പൈൻസ്, മലയ, സിംഗപ്പൂർ, തായ്ലൻഡ്, ഇന്തോ ചൈന, ആഫ്രിക്ക എന്നിങ്ങനെ പല രാഷ്ട്രങ്ങളിലും അംഗങ്ങൾ ഉണ്ടായിരുന്നു. ഒന്നാം ലോക യുദ്ധം ആരംഭിച്ച സമയത്ത് ഇവർ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ജനകീയ വിപ്ലവം ആരംഭിക്കാൻ തീരുമാനിച്ചു. റാഷ് ബിഹാരി ബോസിനെ പോലെയുള്ളവർ നേതൃത്വം നൽകിയ വിപ്ലവമായിരുന്നു അത്. പക്ഷേ ഈ വിപ്ലവത്തിന് ഇന്ത്യക്കാരുടെ സഹകരണം വേണ്ടത്ര ലഭിച്ചില്ല. അതുകൊണ്ട് ഈ വിപ്ലവ ശ്രമം പരാജയപ്പെട്ടു. ഈ വിപ്ലവത്തിൽ ഗൂഢാലോചന നടത്തിയ പേരിൽ ധാരാളം ആളുകളെ ബ്രിട്ടീഷുകാർ വധിച്ചു. പലരെയും നാടുകടത്തി. റാഷ് ബിഹാരി ബോസ് ബ്രിട്ടീഷുകാരുടെ കണ്ണിൽപ്പെടാതെ രക്ഷപ്പെട്ട് ജപ്പാനിലെത്തി. ജപ്പാനിൽ അന്ന് തുആമ എന്നൊരു വിപ്ലവ പ്രസ്ഥാനം ഉണ്ടായിരുന്നു. തുആമയുടെ മറ്റൊരു സംഘടനയായിരുന്നു ബ്ലാക്ക് ഡ്രാഗൺ. ബ്രിട്ടീഷുകാർക്ക് എതിരെ പോരാടുന്ന ഇന്ത്യൻ വിപ്ലവകാരികൾക്ക് ജപ്പാനിൽ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിരുന്നത് ബ്ലാക്ക് ഡ്രാഗൺ എന്ന ഈ സംഘടനയാണ്. സുഭാഷ് ചന്ദ്രബോസിന് ഇന്ത്യയിൽ നിന്നും പുറത്തു കടക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തത് ലാർക്കിൻ എന്ന് വിളിക്കുന്ന അച്ചാർ സിംഗ് ചിനയാണ്. ഇതിന് ആവശ്യമായ സമ്പത്ത് നൽകിയിരുന്നത് ബൽദേവ് സിംഗ് ആണ്. രണ്ടുപേരും ഖദർ പാർട്ടിയുടെ മെമ്പർമാരായിരുന്നു. ഇപ്പേച്ചി ഫുജിവാറ എന്ന ജപ്പാൻ പട്ടാളക്കാരനാണ് INA എന്ന സേന രൂപീകരിക്കാൻ ഇന്ത്യക്കാരെ സഹായിച്ചത്. ഖദർ പാർട്ടിക്കാരനായ മോഹൻ സിംഗിന്റെ നേതൃത്വത്തിലാണ് INA തുടങ്ങിയത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യമായിരുന്നു INAയുടെ ലക്ഷ്യം. INAയുടെ കൂടെ മറ്റൊരു സംഘടനയും ഉണ്ടായിരുന്നു, ഇന്ത്യൻ ഇൻഡിപെൻഡന്റ് ലീഗ്. റാഷ് ബിഹാരി ബോസ് ആണ് ഈ സംഘടനയെ നയിച്ചിരുന്നത്. മോഹൻ സിംഗിനും കൂട്ടർക്കും അന്താരാഷ്ട്ര കാര്യങ്ങളെ കുറിച്ച് അധികം അറിവുണ്ടായിരുന്നില്ല. അതുകൊണ്ട് INAയുമായി മുന്നോട്ട് പോകാൻ പ്രയാസമായി. INAയെ നയിക്കാൻ പറ്റിയ നേതാവ് സുഭാഷ് ചന്ദ്രബോസ് ആണെന്ന് അവർക്കറിയാമായിരുന്നു. നേതാജി ജപ്പാനിലായിരുന്ന സമയത്ത് റാഷ് ബിഹാരി ബോസ് അദ്ദേഹത്തെ സിംഗപ്പൂരിലേക്ക് വിളിച്ചു. 1943 ജൂൺ 20 നേതാജി സിംഗപ്പൂരിലേക്ക് യാത്ര തിരിച്ചു. കേണൽ യാമമോട്ടോ, ഹബീബ് ഹസൻ എന്നിവരും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു. സിംഗപ്പൂരിലെ പ്രശസ്തമായ കഥേ ഹാളിൽ ചേർന്ന യോഗത്തിൽ വെച്ച് 1943 ജൂലൈ 4 ഇന്ത്യൻ ഇൻഡിപെൻഡന്റ് ലീഗിന്റെയും ഇന്ത്യൻ നാഷണൽ ആർമിയുടെയും നേതൃത്വം സുഭാഷ് ചന്ദ്രബോസിന് കൈമാറി. 1943 ജൂലൈ 5 സിംഗപ്പൂർ ടൗൺ ഹാളിന് മുന്നിൽ INA ഭടന്മാർ യൂണിഫോമിൽ അണിനിരന്നു. നേതാജി സൈനിക വേഷത്തിൽ വന്ന് അവരെ അഭിസംബോധന ചെയ്തു. എന്റെ ജീവിതത്തിലെ ഏറ്റവും അഭിമാനകരമായ നിമിഷം എന്നാണ് ഇതേക്കുറിച്ച് നേതാജി പറഞ്ഞത്. 1943 ഒക്ടോബർ 21 രാവിലെ ഇന്ത്യൻ ഇൻഡിപെൻഡന്റ് ലീഗിന്റെ പൊതുയോഗം കാദേ ഹാളിൽ വെച്ച് ചേർന്നു. അവിടെ വെച്ച് നേതാജി ഒരു സ്വതന്ത്ര ഭാരത സർക്കാർ പ്രഖ്യാപിച്ചു. രാഷ്ട്രതലവനായി നേതാജി സത്യപ്രതിജ്ഞ ചെയ്തു. മലയാളിയായ SA അയ്യർ അടങ്ങുന്ന മന്ത്രിസഭയും രൂപീകരിച്ചു. ആസാദ് ഹിന്ദ് ഗവൺമെന്റിനെ അന്നത്തെ ലോകശക്തികളായ ജർമ്മനി, ജപ്പാൻ, ഇറ്റലി തുടങ്ങിയ രാഷ്ട്രങ്ങൾ അംഗീകരിച്ചു. ഒക്ടോബർ 23 ചേർന്ന ആസാദ് ഹിന്ദ് ഗവൺമെന്റിന്റെ മന്ത്രിസഭാ യോഗം ബ്രിട്ടനോടും സഖ്യകക്ഷിയായ അമേരിക്കയോടും യുദ്ധം പ്രഖ്യാപിച്ചു. ഒക്ടോബർ 22 വനിതകളുടെ സേനാ വിഭാഗമായ ഝാൻസി റാണി റെജിമെന്റ് നേതാജി ഉദ്ഘാടനം ചെയ്തു. ഈ റെജിമെന്റിനെ നയിച്ചിരുന്നത് മലയാളിയായ ക്യാപ്റ്റൻ ലക്ഷ്മി ആയിരുന്നു. നേതാജിയുടെ മന്ത്രിസഭയിലെ ഏക വനിതാ മന്ത്രിയും ഇവരായിരുന്നു. 1943 നവംബറിൽ ടോക്കിയോയിൽ വെച്ച് ഒരു സമ്മേളനം നടന്നു. അസംബ്ലി ഓഫ് ഗ്രേറ്റർ ഈസ്റ്റ് ഏഷ്യാറ്റിക് നേഷൻസ് എന്ന ഈ സമ്മേളനത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് സുഭാഷ് ചന്ദ്രബോസും പങ്കെടുത്തു. അൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ അന്ന് ജപ്പാന്റെ കൈവശമായിരുന്നു. ആ സ്ഥലങ്ങൾ ആസാദ് ഹിന്ദ് ഗവൺമെന്റിന് ജപ്പാൻ വിട്ടുകൊടുത്തു. ജപ്പാൻ പ്രധാനമന്ത്രി ടോജോയാണ് ഈ കൈമാറ്റം പ്രഖ്യാപിച്ചത്. 1943 ഡിസംബറിൽ സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യ സ്ഥലമായ അൻഡമാനിലെ
ജിങ്കാന മൈതാനത്ത് നേതാജി ത്രിവർണ പതാക ഉയർത്തി. മേജർ ജനറൽ ലോകനാഥനെ ദ്വീപുകളുടെ ആദ്യത്തെ ഭരണാധികാരിയായി അദ്ദേഹം നിയമിച്ചു. 1944 ജപ്പാന്റെ സഹായത്തോടെ ആസാദ് ഹിന്ദ് ദേശീയ ബാങ്ക് രൂപീകരിച്ച് കറൻസി അച്ചടിച്ചിറക്കിയതാണ് മറ്റൊരു പ്രധാന സംഭവം. 1944 ബർമയിൽ നിന്നും ഇന്ത്യൻ അതിർത്തി ലംഘിച്ച് ഒരു സൈനിക മുന്നേറ്റം നടത്താൻ ജപ്പാൻ തീരുമാനിച്ചു. ജപ്പാൻ സേനയോടൊപ്പം INAയും ഇതിൽ പങ്കാളികളായി. ആരക്കാൻ പ്രദേശത്ത് വെച്ച് ഇവർ ബ്രിട്ടീഷ് സേനയുമായി ഏറ്റുമുട്ടി. ബ്രിട്ടീഷ് സേന പരാജയപ്പെട്ട് പിൻവാങ്ങി. മാർച്ച് മാസത്തിൽ INA ജപ്പാൻ സംയുക്ത സേന അതിർത്തി കടന്ന് ഇന്ത്യയിൽ പ്രവേശിച്ചു. ഏപ്രിൽ ആദ്യത്തിൽ നാഗാലാൻഡിലെ കൊഹിമയിൽ സേന എത്തി. മണിപ്പൂരിലെ ഇംഫാലിൽ എത്താൻ 15 കിലോമീറ്റർ മാത്രമുള്ളപ്പോൾ മഴ ആരംഭിച്ചു. കൂട്ടത്തിൽ ബ്രിട്ടന്റെ വിമാനസേനയും രംഗത്തിറങ്ങി. ജപ്പാൻ വിമാനസേന ശാന്തസമുദ്രത്തിൽ അമേരിക്കയുമായുള്ള യുദ്ധത്തിലായിരുന്നു. ബർമയിലെ യുദ്ധം നിർത്തി തിരിച്ചു പോകാൻ ജപ്പാൻ സേനക്കാർക്ക് ഉത്തരവ് വന്നു. അങ്ങനെ ആസാദ് ഹിന്ദ് സർക്കാർ യുദ്ധത്തിൽ നിന്ന് പിന്മാറി. 1945 ഏപ്രിൽ 24 ബ്രിട്ടീഷ് സേന ബർമയിൽ എത്തിയതറിഞ്ഞ് നേതാജിയും സംഘവും റംഗൂണിൽ നിന്നും ബാങ്കോക്കിലേക്ക് തിരിച്ചു. മെയ് 14 സംഘം ബാങ്കോക്കിലെത്തി. എന്നാൽ മെയ് 7 ജർമ്മനിയും ജൂലൈയിൽ ജപ്പാനും സഖ്യസേനയ്ക്ക് കീഴടങ്ങി. വിജയിച്ചു നിൽക്കുന്ന ബ്രിട്ടനും അമേരിക്കക്കും നേതാജിയെ കിട്ടിയാൽ അവർ യുദ്ധക്കുറ്റവാളിയാക്കി വിചാരണ നടത്തുമായിരുന്നു. അതിനാൽ തങ്ങളുടെ അധിനിവേശ പ്രദേശമായ മഞ്ചൂരിയയിൽ നേതാജിക്ക് വേണ്ട സഹായം ചെയ്യാൻ തയ്യാറാണെന്ന് ജപ്പാൻ അധികൃതർ അറിയിച്ചു. ഓഗസ്റ്റ് 12 സിംഗപ്പൂരിൽ ആസാദ് ഹിന്ദ് ഗവൺമെന്റിന്റെ മന്ത്രിസഭ ചേർന്ന് ചില തീരുമാനങ്ങൾ എടുത്തു. ഓഗസ്റ്റ് 15 INA ഭടന്മാരോട് നേതാജി സംസാരിച്ചു. ഓഗസ്റ്റ് 16 സിംഗപ്പൂരിൽ നിന്നും ജപ്പാൻ എയർഫോഴ്സ് ബോംബർ വിമാനത്തിൽ യാത്ര തിരിച്ചു. കേണൽ ഹബീബുർ റഹ്മാൻ, SA അയ്യർ, പ്രീതം സിംഗ് എന്നിവരും നേതാജിയുടെ കൂടെ ഉണ്ടായിരുന്നു. ഉച്ചയോടെ വിമാനം ബാങ്കോക്കിൽ എത്തി. ഓഗസ്റ്റ് 18 ഒരു KI-21 മിത്സുബിഷി വിമാനത്തിൽ നേതാജിയും ഹബീബുർ റഹ്മാനും സൈഗോണിലേക്ക് യാത്രയായി. ഉച്ചക്ക് 2 മണിക്ക് ഇന്നത്തെ തായ്വാനിലുള്ള തൈഹോക്കു വിമാനത്താവളത്തിൽ ഇറങ്ങി. ഇന്ധനം നിറച്ച് പറന്നുയർന്ന വിമാനം നിമിഷങ്ങൾക്കുള്ളിൽ അതേ വിമാനത്താവളത്തിൽ തകർന്നു വീണു. അപകടം നടന്ന് 6 മണിക്കൂർ കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ വെച്ചാണ് നേതാജി മരണപ്പെട്ടത് എന്ന് പറയുന്നു. ഹബീബുർ റഹ്മാൻ പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ഇതാണ് നേതാജിയുടെ മരണവുമായി ബന്ധപ്പെട്ട് പ്രചരിച്ച കാര്യങ്ങൾ. നേതാജിയുടെ ശരീരം ആരും കണ്ടിട്ടില്ല. ഒരു ഫോട്ടോഗ്രാഫ് ഇല്ല. ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലുമില്ല. ശരീരം ഇന്ത്യക്കാരെ ഏൽപ്പിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് തൈഹോക്കുവിൽ ദഹിപ്പിച്ചു കളഞ്ഞു എന്നാണ് ജപ്പാൻകാർ അയ്യരോടും സംഘത്തോടും പറഞ്ഞത്. 1945 ഓഗസ്റ്റ് 22 ജപ്പാൻ റേഡിയോ നേതാജിയുടെ മരണം ലോകത്തെ അറിയിച്ചു. സെപ്റ്റംബർ 6 കേണൽ റഹ്മാൻ ടോക്കിയോയിൽ എത്തിച്ച നേതാജിയുടെ ചിതാഭസ്മം 14 തീയതി സുനിഗാമി ജില്ലയിൽ റങ്കോജി ബുദ്ധക്ഷേത്രത്തിൽ ബഹുമതികളോടെ സ്ഥാപിച്ചു. ജപ്പാനിൽ നടന്ന വിമാന ദുരന്തം ഒരു കെട്ടുകഥ മാത്രമാണെന്ന് അന്ന് തന്നെ ലോകം വിധിയെഴുതി. ബ്രിട്ടീഷുകാരിൽ നിന്നും നേതാജിയെ രക്ഷിക്കാൻ ജപ്പാൻ പടച്ചുണ്ടാക്കിയതാണ് ഈ കഥയെന്ന് സംശയമുയർന്നു. വിമാനാപകടം നടന്നതിന് ശേഷവും നേതാജി 3 തവണ റേഡിയോയിലൂടെ സംസാരിച്ചതായി രേഖയുണ്ട്. അന്നത്തെ ബംഗാൾ ഗവർണറായിരുന്ന RG കേശവ് ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നേതാജി മരിച്ചിട്ടില്ലെന്ന് ഗാന്ധിജിക്ക് അറിയാമായിരുന്നു. ഇദ്ദേഹത്തിന്റെ മരണാനന്തര ചടങ്ങുകൾ നടത്തരുതെന്ന് ഒരു കത്തിലൂടെ ഗാന്ധിജി ബോസിന്റെ കുടുംബത്തോട് അഭ്യർത്ഥിച്ചു. നേതാജി മരണപ്പെട്ട് 8 മാസം കഴിഞ്ഞ് ഗാന്ധിജി ബോസ് ജീവനോടെ ഉണ്ട് എന്ന് പറയുകയും എഴുതുകയും ചെയ്തു. 1945 ആഗസ്റ്റിൽ മരണപ്പെട്ടു എന്ന് പറയുന്ന നേതാജിയെ താൻ 1945 ഡിസംബറിൽ തായ്ലൻഡ് അതിർത്തിയിൽ കൊണ്ടുവന്ന് വിട്ടെന്ന് നേതാജിയുടെ ഡ്രൈവർ നിസാമുദ്ദീൻ പറഞ്ഞു. ടൈംസ് ഓഫ് ഇന്ത്യക്ക് നൽകിയ ഒരു ഇന്റർവ്യൂവിലാണ് നിസാമുദ്ദീൻ ഇക്കാര്യം പറഞ്ഞത്. നിസാമുദ്ദീൻ 117 വയസ്സിലാണ് മരണപ്പെട്ടത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന മൊറാർജി ദേശായിയും നേതാജി ഒരു സന്യാസിയായി ജീവിക്കുന്നു എന്ന് ഒരു യോഗത്തിൽ പറഞ്ഞിരുന്നു. 1991 ഇന്ത്യ ഗവൺമെന്റ് ബോസിന് മരണാന്തര ബഹുമതിയായി ഭാരതരത്നം പ്രഖ്യാപിച്ചു. ബോസിന്റെ മരണം ഉറപ്പിക്കാത്തതിനാൽ ഈ പുരസ്കാരം പിൻവലിക്കേണ്ടി വന്നു. ഇതെല്ലാം നേതാജി വിമാനാപകടത്തിൽ മരിച്ചിട്ടില്ല എന്നതിന് മതിയായ തെളിവുകളാണ്. വിമാനാപകട സമയത്ത് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണാധികാരികളായിരുന്ന മൗണ്ട് ബാറ്റൻ പ്രഭുവും പിന്നീട് മക് ആർതറും നേതാജിയുടെ മരണം അന്വേഷിക്കാൻ കമ്മീഷനെ നിയോഗിച്ചു. വിമാനാപകടത്തിൽ നേതാജി മരണപ്പെട്ടു എന്ന വാർത്ത പൂർണ്ണമായും തള്ളിക്കളയുകയാണ് ഈ 2 അന്വേഷണ സംഘങ്ങളും ചെയ്തത്. നേതാജി ഇന്ത്യയിലേക്ക് വരാതിരിക്കാൻ കാരണം നെഹ്റു ആണെന്ന് പലരും വിശ്വസിച്ചു.
ഇതിൽ നിന്ന് രക്ഷ നേടാൻ നേതാജി മരണപ്പെട്ടതായി ജനങ്ങളെ ബോധ്യപ്പെടുത്തണമായിരുന്നു. 1956 ഇക്കാര്യങ്ങൾ അന്വേഷിക്കാൻ ഷാനവാസ് കമ്മീഷനെ നെഹ്റു നിയോഗിച്ചു. ഇന്നത്തെ തായ്വാനിലാണ് തൈഹോക്ക് വിമാനത്താവളം ഉള്ളത്. തായ്വാനുമായി അന്ന് ഇന്ത്യക്ക് നയതന്ത്ര ബന്ധങ്ങൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഈ കമ്മീഷൻ തായ്വാൻ സർക്കാരുമായി ബന്ധപ്പെടാനും തെളിവുകൾ ശേഖരിക്കാനും കഴിഞ്ഞില്ല. ജപ്പാനിലെ രേഖകൾ ഈ കമ്മീഷന് കിട്ടാതിരിക്കാൻ ആരോ ഇടപെട്ടു. അവസാനം നേതാജി വിമാനാപകടത്തിൽ മരിച്ചതായി ഷാനവാസ് കമ്മീഷൻ വിധിച്ചു. പക്ഷേ ജനങ്ങൾ ഈ റിപ്പോർട്ട് തള്ളിക്കളഞ്ഞു. അതുകൊണ്ട് തന്നെ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായ സമയം 1970 ഗോസ്ല കമ്മീഷനെ നേതാജിയുടെ തിരോധാനം അന്വേഷിക്കാൻ നിയോഗിച്ചു. അവിടെയും 1956 ചരിത്രം ആവർത്തിച്ചു. നേതാജി തൈഹോക്കുവിൽ മരണപ്പെട്ടതായി ഗോസ്ല കമ്മീഷൻ വിധി എഴുതി. എങ്കിലും ഇത് സംബന്ധിച്ച് പഠനം നടത്തുന്നവർ ഈ മരണം നടന്നു എന്ന് വിശ്വസിക്കാൻ തയ്യാറായില്ല. ഇക്കാര്യത്തിൽ എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒരു ട്വിസ്റ്റ് ഉണ്ടായത് വാജ്പേയി പ്രധാനമന്ത്രി ആയപ്പോഴാണ്. 1999 MK മുഖർജി കമ്മീഷനെ നേതാജിയുടെ യാഥാർത്ഥ്യം അറിയുന്നതിനായി നിയോഗിച്ചത്. ചരിത്രത്തിൽ ഈ വിഷയം നല്ല നിലക്ക് അന്വേഷിച്ച ഏക കമ്മീഷനാണ് മുഖർജി കമ്മീഷൻ. ആദ്യമായി തായ്വാൻ സർക്കാരുമായി ബന്ധപ്പെട്ട് തെളിവുകൾ ശേഖരിച്ചത് ഈ കമ്മീഷനാണ്. 1945 ആഗസ്റ്റ് 18 ഒരു വിമാനാപകടവും രാജ്യത്ത് നടന്നിട്ടില്ല എന്ന് തായ്വാൻ സർക്കാർ മുഖർജി കമ്മീഷനെ അറിയിച്ചു. നേതാജിയുടേതെന്ന് പറയപ്പെടുന്ന റങ്കോജി ക്ഷേത്രത്തിലെ ചിതാഭസ്മം അദ്ദേഹത്തിൻ്റെതല്ലെന്ന് ഞെട്ടിക്കുന്ന വാർത്ത ലോകം അറിഞ്ഞത് ഈ കമ്മീഷനിലൂടെയാണ്. നേതാജിയെ കുറിച്ച് പഠിക്കുന്ന പുരബി റോയ് മാത്രം 1000-ലധികം പേജുള്ള അഫിഡവിറ്റാണ് അന്ന് കമ്മീഷന് കൈമാറിയത്. സുഭാഷ് ചന്ദ്രബോസ് പറയപ്പെടുന്ന സ്ഥലത്ത് മരണപ്പെട്ടിട്ടില്ലെന്ന് ഇന്ത്യക്കാർ ഒരിക്കൽ കൂടി ഉറപ്പിച്ചു. കൽക്കട്ടയിലെ യാദവ് യൂണിവേഴ്സിറ്റിയിലെ അധ്യാപിക പുരബി റോയ് റഷ്യൻ ഭാഷയിൽ പണ്ഡിതയാണ്. റഷ്യയിലെ സെന്റ് പീറ്റേഴ്സ്ബർഗ് യൂണിവേഴ്സിറ്റിയിൽ ഇവർ ജോലി ചെയ്തിരുന്നു. 1995 മാർച്ചിൽ ഒരു ഉടമ്പടി പ്രകാരം 1947 മുമ്പുള്ള ഇൻഡോ റഷ്യൻ ബന്ധങ്ങൾ പഠിക്കാനും രേഖകൾ പരിശോധിക്കാനും പുരബി റോയ്ക്ക് അവസരം ലഭിച്ചു. നേതാജിയുടെ ചരിത്രം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പുരബി. ലോകയുദ്ധത്തിന് ശേഷം നേതാജി റഷ്യയിൽ ഉണ്ടായിരുന്നു എന്നതിനുള്ള തെളിവുകൾ ഇവർക്ക് ലഭിച്ചത് റഷ്യൻ ഗവൺമെന്റിന്റെ രേഖകളിൽ നിന്നാണ്. ഇക്കാര്യങ്ങളെല്ലാം തന്റെ സെർച്ച് ഫോർ നേതാജി ന്യൂ ഫൈൻഡിങ്സ് എന്ന പുസ്തകത്തിൽ പുരബി എഴുതിയിട്ടുണ്ട്. നേതാജി മരണപ്പെട്ടതായി പറയുന്ന കാലത്തിനും 23 വർഷം കഴിഞ്ഞ് റഷ്യയിൽ നേതാജിയെ കണ്ടതായി പത്രപ്രവർത്തകനും എഴുത്തുകാരനുമായ സിദ്കർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിഖിൽ ചതോപാധ്യായും അദ്ദേഹത്തിന്റെ ഭാര്യയും സൈബീരിയൻ ടൗണിൽ വെച്ചാണ് നേതാജിയെ കണ്ടത് എന്നാണ് സിദ്കർ എഴുതിയത്. തായ്വാനിലെ ഒരു സ്ഥിരം സൈനിക ഹോസ്പിറ്റലാണ് മെമ്മോർ ഹോസ്പിറ്റൽ. ഈ ഹോസ്പിറ്റലിൽ വെച്ചാണ് നേതാജി മരണപ്പെട്ടതായി പറയുന്നത്. 1945 ആഗസ്റ്റ് 18 വിമാനാപകടം നടക്കുന്നത്. എന്നാൽ ആദ്യത്തെ ഡെത്ത് റിപ്പോർട്ട് എഴുതുന്നത് 1946 ജൂലൈയിലാണ്. ഡോക്ടർ സുരൂതയാണ് ഈ റിപ്പോർട്ട് എഴുതിയിട്ടുള്ളത്. താനാണ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നത്. 7:30 നേതാജി മരണപ്പെട്ടത് എന്നൊക്കെയായിരുന്നു ആ റിപ്പോർട്ട്. 1946 സെപ്റ്റംബറിൽ ജപ്പാൻ ഗവൺമെന്റും ബ്രിട്ടീഷുകാരും ചേർന്ന് മറ്റൊരു ഡോക്ടറെ കൊണ്ടുവന്നു. യൂഷോമി എന്ന ഈ ഡോക്ടർ രണ്ടാമതൊരു ഡെത്ത് റിപ്പോർട്ട് ഉണ്ടാക്കി. താനാണ് നേതാജിയെ ചികിത്സിച്ചത്. അദ്ദേഹത്തിന് 80% പൊള്ളലുണ്ടായിരുന്നു. രാത്രി 12:30 മരണപ്പെട്ടത് എന്നൊക്കെയാണ് ഈ രണ്ടാം റിപ്പോർട്ട്. ഈ രണ്ട് റിപ്പോർട്ടുകളും തമ്മിൽ വളരെയധികം വൈരുദ്ധ്യങ്ങളുണ്ട്. വർഷങ്ങൾക്ക് ശേഷം മുഖർജി കമ്മീഷൻ തായ്ലാന്റിൽ തെളിവെടുപ്പ് നടത്തുന്ന സമയം ആദ്യമായി നേതാജിയുടെ ഡെത്ത് റിപ്പോർട്ട് എഴുതിയ ഡോക്ടർ സുരൂത മറ്റൊരു റിപ്പോർട്ടാണ് മുഖർജി കമ്മീഷന് എഴുതി നൽകിയത്. നേതാജി മരണപ്പെട്ട വർഷം പോലും തെറ്റിച്ചാണ് അതിൽ എഴുതിയിരുന്നത്. ഇത് ചോദ്യം ചെയ്ത മുഖർജിയോട് താമസ സ്ഥലത്തെത്തി സുരൂത പറഞ്ഞു, നിങ്ങൾ നേതാജി ഇവിടെ വെച്ച് മരിച്ചു എന്ന് പറയുന്നത് വിശ്വസിക്കരുത്. രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം തായ്വാൻ അമേരിക്കയുടെ നിയന്ത്രണത്തിൽ ആയി. തായ്വാനിൽ ഉണ്ടായിരുന്ന എല്ലാ പ്രധാന രേഖകളും അമേരിക്ക കൊണ്ടുപോയി. സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ചുള്ള രേഖകളും ഇതിലുണ്ടായിരുന്നു. ഇതെല്ലാം അമേരിക്കയിലെ ആർക്കൈവുകളിൽ നിന്ന് മുഖർജി കമ്മീഷന് ലഭിച്ചു. കൂടാതെ നേതാജിയെ കുറിച്ച് അമേരിക്കയിലെ രഹസ്യാന്വേഷണ സംഘടനയായ CIA ഫയലുകളും കമ്മീഷൻ പരിശോധിച്ചു. അതിനൊന്നും 1945 ഏപ്രിൽ മുതൽ ഡിസംബർ വരെ തായ്വാനിൽ ഒരു വിമാനാപകടവും നടന്നതായി രേഖയില്ല. ബ്രിട്ടീഷ് കോമൺവെൽത്തിന് സുഭാഷിനെ കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ആവശ്യമായി വന്നു. അന്നത്തെ ഇന്ത്യൻ പൊളിറ്റിക്കൽ ഇന്റലിജൻസ് അഥവാ IPI ഇന്റലിജൻസ് ബ്യൂറോയുടെ ഡയറക്ടറോട് കൃത്യമായ ഉത്തരം നൽകാൻ ആവശ്യപ്പെട്ടു.
1946 മെയ് മാസത്തിൽ സുഭാഷിന്റെ എല്ലാ ഫയലുകളും ഇന്റലിജൻസ് ബ്യൂറോ പരിശോധിച്ചു. ഇവർ കോമൺവെൽത്തിൽ ഹാജരാക്കിയ റിപ്പോർട്ടിൽ സുഭാഷ് റഷ്യയിൽ ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്നും കോമൺവെൽത്ത് ഓഫീസിൽ ഈ രേഖ സൂക്ഷിച്ചിട്ടുണ്ട്. മറ്റു തെളിവുകൾ നോക്കുന്നതിന് മുമ്പ് അന്ന് എന്താണ് സംഭവിച്ചത് എന്ന് പരിശോധിക്കാം. നേതാജി ബാങ്കോക്കിൽ ആണ് ഉണ്ടായിരുന്നത്. ബാങ്കോക്കിൽ നിന്നും അദ്ദേഹം സിഗോണിലേക്ക് പോയി. അവിടെ നിന്നും ജപ്പാൻ സൈനികർ തമ്പടിച്ചിരുന്ന ഡയൻ എന്ന പ്രദേശത്ത് എത്തിച്ചേർന്നു. 1945 ഓഗസ്റ്റ് 23-ന് സോവിയറ്റ് യൂണിയന്റെ ആളുകൾ അദ്ദേഹത്തെ കൊണ്ടുപോവുകയാണ് ചെയ്തത്. സൈബീരിയയിലെ ഓം സിറ്റിയിലേക്കാണ് അവർ അദ്ദേഹത്തെ കൊണ്ടുപോയത്. ടോക്കിയോയിലെ സോവിയറ്റ് അംബാസിഡർ ആയിരുന്നു യാക്കൂബ് മാലിക്. റഷ്യയിൽ ആസാദ് ഹിന്ദ് ഗവൺമെന്റിന്റെ ഒരു എംബസി സോവിയറ്റ് യൂണിയൻ സ്ഥാപിക്കാൻ യാക്കൂബ് മാലിക് നേതാജിയെ സഹായിച്ചു. ഇതേ യാക്കൂബ് മാലിക് ആണ് നേതാജിക്ക് റഷ്യയിലേക്ക് കടക്കാൻ വഴിയൊരുക്കിയത്. റഷ്യയിലെ പദോൾസ്ക് എന്ന സ്ഥലത്തുള്ള ഗ്രൂ ആർക്കൈവിൽ ഉള്ള ഒരു രേഖയിൽ 1946 ഒക്ടോബറിൽ ഒരു യോഗം നടന്നതായി എഴുതുന്നുണ്ട്. ബോസിനെ നാം എവിടെ പാർപ്പിക്കും എന്ന് റഷ്യയിലെ ഭരണാധികാരികൾ ചർച്ച ചെയ്യുകയാണ് ആ യോഗത്തിൽ. സ്റ്റാലിൻ, യാക്കൂബ് മാലിക്, ക്രിഷിൻസ്കി, മൊലോത്തോ എന്നിവരാണ് ഈ യോഗത്തിൽ ഉണ്ടായിരുന്നത്. ജപ്പാനിലെ ടോക്കിയോയിൽ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷന്റെ ചാർജിൽ ഉണ്ടായിരുന്ന കോനൻ ഫിഗസ് നേതാജി റഷ്യയിൽ എത്തിയതായി അറിഞ്ഞു. അദ്ദേഹം ഇന്റലിജൻസിലെ 2 ഉദ്യോഗസ്ഥരെ വാർത്തയുടെ സത്യാവസ്ഥ അറിയാനായി പറഞ്ഞറിയിച്ചു. ഡേവിഡ് എന്ന ഉദ്യോഗസ്ഥൻ ബാങ്കോക്കിലേക്കും ഫിനെ എന്നയാൾ തൈവാനിലേക്കും പോയി. കാര്യങ്ങൾ പഠിച്ച ശേഷം ഇവർ വിശദമായി ഒരു റിപ്പോർട്ട് തയ്യാറാക്കി. വിമാനം തകർന്നു എന്ന് പറയുന്നത് കളവായ ഒരു കാര്യം സത്യമാണെന്ന് വിശ്വസിപ്പിച്ച് മറ്റുള്ളവരെ വഴിതെറ്റിക്കാനുള്ള ഒരു പദ്ധതിയാണ് എന്നായിരുന്നു കോർണൽ ഫിഗസിന് ലഭിച്ച ആ റിപ്പോർട്ടിൽ പറയുന്നത്. ബ്രിട്ടീഷ് ഇന്റലിജൻസിൽപ്പെട്ട ഡേവിഡും ഫിനെയും തയ്യാറാക്കിയ ആ റിപ്പോർട്ട് റഷ്യൻ ആർക്കൈവിൽ ഇന്നും ഉണ്ട് എന്നതാണ് രസകരമായ ഒരു കാര്യം. സുഭാഷിന്റെ വളരെ അടുത്ത അനുയായി ആങ്സൺ ബോസ് മരിച്ചിട്ടില്ലെന്ന് ഇന്ത്യക്കാരെ അറിയിച്ചു. 1945 ഡിസംബർ 31-ന് ഇന്ത്യയിലെ നാഷണൽ ഹെറാൾഡ് പത്രം ഫ്രണ്ട് പേജിൽ ബോസ് റഷ്യയിൽ ഉണ്ട് എന്ന വാർത്ത കൊടുത്തു. ബോസിന്റെ നാടായ ബംഗാളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവായിരുന്ന സോംനാഥ് ലാഹിരിക്ക് പെട്ടെന്ന് റഷ്യയിലേക്ക് വിസ കിട്ടി. 1946 ജൂലൈ അവസാനത്തിൽ അദ്ദേഹം റഷ്യയിലേക്ക് പോയി. 4 ദിവസം അവിടെ തങ്ങിയ ശേഷം തിരിച്ചു വന്നു. സുഭാഷിനെ കാണാനായിരുന്നു ഈ യാത്ര എന്ന് ലാഹിരി കൂടെയുള്ളവരോട് പറഞ്ഞു. 1949 മുതൽ 1952 വരെ റഷ്യയിലെ അംബാസിഡർ ആയിരുന്നു ഡോക്ടർ രാധാകൃഷ്ണൻ. ഈ സമയത്ത് ഒരു ദിവസം അദ്ദേഹം സുഭാഷിനെ തൊട്ടടുത്ത് നിന്ന് കണ്ടു. അതിനുശേഷം കൽക്കട്ട യൂണിവേഴ്സിറ്റിയിൽ വന്നപ്പോൾ താൻ സുഭാഷിനെ കണ്ട കാര്യം മറ്റുള്ളവരോട് പറഞ്ഞു. നേതാജിയുടെ അടുത്ത അനുയായിയായ ആദുൽ പെൻ ഇന്ത്യക്ക് പുറത്തു പോയി ഒരു ഹിന്ദു സന്യാസിയുമായി കൂടിക്കാഴ്ച നടത്തി. 1962-ലാണ് ഈ സംഭവം. അതിനുശേഷം ഈ സന്യാസി ഇന്ത്യയിലേക്ക് വന്നു. 1964 ഫെബ്രുവരിയിൽ റഷ്യയിൽ നിന്നും ചൈന വഴി സുഭാഷ് ഇന്ത്യയിൽ എത്തിയെന്ന് അമേരിക്കൻ ഇന്റലിജൻസ് ആ സമയത്ത് റിപ്പോർട്ട് ചെയ്തു. ഗുനാമി ബാബ എന്നും ഭഗവൻജി എന്നും ജനങ്ങൾ വിളിച്ചിരുന്ന ഈ സന്യാസി ഒരിക്കലും തന്റെ മുഖം മറ്റുള്ളവരെ കാണിച്ചിരുന്നില്ല. ഒരു സ്കർട്ടിന് പിന്നിൽ നിന്നാണ് ആളുകളോട് അദ്ദേഹം സംസാരിച്ചിരുന്നത്. ഇടയ്ക്കിടെ താമസസ്ഥലം മാറ്റിക്കൊണ്ടിരിക്കുക ഭഗവൻജിയുടെ പതിവായിരുന്നു. സ്വാതന്ത്ര്യ സമരകാലത്ത് നേതാജിയുടെ കൂടെ ഉണ്ടായിരുന്ന പലരും ഭഗവൻജിയുടെ കൂടെയും ഉണ്ടായിരുന്നു. ഉത്തർപ്രദേശിലെ അയോധ്യക്കടുത്താണ് ഭഗവൻജി കഴിഞ്ഞിരുന്നത്. ആസാദ് ഹിന്ദ് ഫൗജിന്റെ ചെയർമാനായ SV സ്വാമി തന്നെയായിരുന്നു ഭഗവൻജിയുടെയും വലം കൈ. കൂടാതെ INA രഹസ്യാന്വേഷണ വിഭാഗം മേധാവി പവിത്ര മോഹൻ റോയും ഇദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. നേതാജി തന്നെയാണ് ഭഗവൻജി എന്ന് നേതാജിയുടെ പഴയ ഡ്രൈവർ നിസാമുദ്ദീനോട് SV സ്വാമി പറഞ്ഞിട്ടുണ്ട്. 1985 സെപ്റ്റംബർ 15-ന് ബാബ മരിച്ചു. ഭഗവൻജിയുടെ കൈവശമുണ്ടായിരുന്ന 25 ട്രങ്ക് പെട്ടികൾ UP സർക്കാർ കസ്റ്റഡിയിലെടുത്തു. നേതാജിയുടെ സഹോദരപുത്രി ലളിത ബോസ് പെട്ടിയിലുണ്ടായിരുന്ന പലതും സുഭാഷ് ചന്ദ്രബോസിന്റേതാണെന്ന് തിരിച്ചറിഞ്ഞു. ഈ പെട്ടിയിൽ നിന്നും സന്യാസി എഴുതിയ ഒരു പുസ്തകം ലഭിച്ചു. വിയറ്റ്നാമും അമേരിക്കയും തമ്മിലുള്ള യുദ്ധത്തിൽ അമേരിക്കൻ സൈനികർക്ക് മയക്കുമരുന്ന് നൽകാൻ താൻ ഉപദേശിച്ചതായി ഭഗവൻജി ഈ പുസ്തകത്തിൽ എഴുതിയിരുന്നുണ്ട്. വിയറ്റ്നാം യുദ്ധകാലത്ത് 1969 ജനുവരി 28-ന് പട്ടാള മേധാവികൾ പാരീസിൽ നടത്തിയ സമാധാന ചർച്ചയിൽ താൻ പങ്കെടുത്തതായും പുസ്തകത്തിൽ ഭഗവൻജി പറയുന്നു. വിയറ്റ്നാമിൽ പിന്നീട് അമേരിക്കൻ സൈനികർ മയക്കുമരുന്നിന് അടിമയാവുകയും അമേരിക്ക യുദ്ധത്തിൽ തോൽക്കുകയും ചെയ്തത് സുഭാഷിന്റെ ഇടപെടൽ മൂലമാണെന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കാം. പാരീസിലെ ചർച്ചയോടെ അമേരിക്ക വിയറ്റ്നാമിൽ നിന്നും പിന്മാറി. പാരീസ് ചർച്ചയിൽ നേതാജി പങ്കെടുത്ത ഫോട്ടോ പിന്നീട് അന്വേഷകർക്ക് ലഭിച്ചു. ചൈനയിൽ മാവോ സേതുങ് തന്റെ സ്ഥലങ്ങൾ കാണിക്കാൻ കൊണ്ടുപോയ കാര്യം ഈ പുസ്തകത്തിൽ ഭഗവൻജി എഴുതുന്നു.
ബെയ്ജിങ്ങിൽ മാവോ നിർമ്മിച്ച ഭൂമിക്കടിയിലെ നഗരത്തെക്കുറിച്ചും ഭഗവൻജി എഴുതുന്നുണ്ട്. 1990 ആണ് ചൈന ഇങ്ങനെ ഒരു ഭൂഗർഭ നഗരം തങ്ങൾക്കുണ്ടെന്ന് വെളിപ്പെടുത്തുന്നത്. അതിനും എത്രയോ മുമ്പ് ഭഗവൻജി എന്ന സന്യാസി ഈ നഗരം കണ്ടിരുന്നു എന്നർത്ഥം. 1949 നേതാജി ചൈനയിലുണ്ട് എന്ന വാർത്ത ഇന്ത്യൻ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. സന്യാസിയുടെ 25 ട്രങ്ക് പെട്ടികളിൽ നിന്ന് കണ്ടെടുത്ത സാധനങ്ങൾ കൂടി കേട്ടാൽ നമുക്ക് മനസ്സിലാകും ഇദ്ദേഹം സുഭാഷ് അല്ലാതെ മറ്റാരുമല്ല എന്ന്. നേതാജിയുടെ പിതാവ് ജാനകിനാഥ് ബോസിന്റെ കുട. നേതാജിക്ക് മുസോളിനി സമ്മാനിച്ച ഇറ്റാലിയൻ നിർമ്മിത പുകവലി പൈപ്പ്. നേതാജിയുടെ തിരോധാനം സംബന്ധിച്ച പത്രവാർത്തകളുടെ ഒരു ഫയൽ. നേതാജിയെ കുറിച്ച് പലരും എഴുതിയ പുസ്തകങ്ങൾ. നേതാജിയുടെയും മാതാപിതാക്കളുടെയും കുടുംബങ്ങളുടെയും അപൂർവ ഫോട്ടോകൾ. INA-യിൽ ഉണ്ടായിരുന്നവരുടെ ഫോട്ടോകൾ. വട്ട കണ്ണട. നേതാജിക്ക് പിതാവ് സമ്മാനിച്ചതിന് തുല്യമായ ഒമേഗ വാച്ച്. ബ്രിട്ടീഷ് നിർമ്മിത ടൈപ്പ് റൈറ്റർ. ലോക യുദ്ധകാലത്ത് ജർമ്മൻ സൈനികർ ഉപയോഗിച്ചിരുന്ന ബൈനോക്കുലർ. INA യൂണിഫോമിലുള്ള നേതാജിയുടെ ഫോട്ടോ. INA യൂണിഫോം. ധാരാളം ഭൂപടങ്ങൾ. ഭഗവൻജിയുടെ പുസ്തകത്തിൽ അദ്ദേഹം ഇങ്ങനെ എഴുതിയിരുന്നു: എന്റെ മടങ്ങിവരവ് രാജ്യ താല്പര്യത്തിന് വിരുദ്ധമാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള എല്ലാ രേഖകളും ഇനിയും പുറത്തു വിട്ടിട്ടില്ല. അതെല്ലാം വായുന്ന സമയം നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ എന്തിനാണ് ഒളിവിൽ കഴിയുന്നതെന്ന്. ഭഗവൻജി എന്ന ഗുനാമി ബാവയുടെ കൈയക്ഷരവും നേതാജിയുടെ കൈയക്ഷരവും ഇന്ത്യയിലെയും അമേരിക്കയിലെയും വിദഗ്ധർ പരിശോധിച്ചു. അത് ഒരാളുടേതാണെന്ന് ഉറപ്പിച്ചിരുന്നു. ഇനിയും ഇത് നേതാജി അല്ല എന്ന് പറയാൻ പ്രത്യേകിച്ച് തെളിവുകളൊന്നുമില്ല. നേതാജിയുടെ ചരിത്രം പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ പറയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. പോണ്ടിച്ചേരിയിലെയും തമിഴ്നാട്ടിലെയും ധാരാളം ആളുകൾ കുടിയേറിയ പ്രദേശമാണ് ഇന്തോ ചൈന. വ്യവസായം ചെയ്യുന്നതിനും ജോലിക്കുമൊക്കെയായിരുന്നു ഈ കുടിയേറ്റം. സൈഗോൺ, വിയറ്റ്നാം, കംബോഡിയ, ലാവോസ് എന്നിവയെല്ലാം ഇതിൽപ്പെടും. ഇവിടെ ഉണ്ടായിരുന്ന ഇന്ത്യക്കാർ വളരെ സമ്പന്നരായിരുന്നു. ഇവരാണ് ബോസിന് ആവശ്യമുള്ള ഫണ്ട് നൽകിയിരുന്നത്. കൂടാതെ മലേഷ്യ, സിംഗപ്പൂർ പോലുള്ള സ്ഥലങ്ങളിലുള്ളവരും തങ്ങളുടെ സ്വത്തുക്കൾ INA-ക്ക് കൈമാറി. നേതാജിയെ ജപ്പാനിൽ നിന്നും കാണാതാവുമ്പോൾ INA-യുടെ സമ്പത്ത് ഒരു വലിയ സംഖ്യയായിരുന്നു. റബ്ബർ പ്ലാന്റേഷൻ, തേയില ഫാക്ടറികൾ, ഗോൾഡ്, ബാങ്ക് ഇൻവെസ്റ്റ്മെന്റ് അങ്ങനെ ധാരാളം ഉണ്ടായിരുന്നു. നേതാജിയെ കുറിച്ച് ദ സ്പ്രിംഗിംഗ് ടൈഗർ എന്ന പുസ്തകം എഴുതിയ ഹ്യൂഗ് ടോ INA-യുടെ സമ്പത്തിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ശേഖരിച്ചിരുന്നു. ഇദ്ദേഹത്തിന്റെ വീട്ടിലെ ഒരു അലമാര നിറയെ നേതാജിയെ കുറിച്ചുള്ള ഫയലുകളാണ്. 70,000 കോടിയുടെ ആസ്തി INA-ക്ക് അന്ന് ഉണ്ടായിരുന്നു എന്ന് ഹ്യൂഗ് ടോ പറയുന്നു. 48 വയസ്സിനുള്ളിൽ സുഭാഷ് ചന്ദ്രബോസ് നേടിയ സ്വപ്ന തുല്യമായ കാര്യങ്ങളാണ്. ഒരിക്കൽ ബ്രിട്ടൻ പ്രധാനമന്ത്രി ക്ലെമന്റ് ആറ്റ്ലിയെ ബംഗാളിലേക്ക് ക്ഷണിച്ചു. അവിടെ വെച്ച് ആറ്റ്ലി പറഞ്ഞു, ബ്രിട്ടൻ ഇന്ത്യ വിടാൻ തീരുമാനിച്ചത് പ്രധാനമായും സുഭാഷ് ചന്ദ്രബോസിന്റെ സൈനിക മുന്നേറ്റമാണ്. ലോകത്തെ 5 രാജ്യങ്ങളിലായി 18 ആർക്കൈവുകളിൽ സൂക്ഷിച്ചിരിക്കുന്ന നേതാജിയെ കുറിച്ചുള്ള ഫയലുകൾ പരിശോധിച്ച് സത്യം കണ്ടെത്താൻ ശ്രമിച്ച ധാരാളം വ്യക്തികളുണ്ട്. അവർ ശേഖരിച്ച രേഖകളിൽ നിന്ന് നമുക്ക് വിശ്വസിക്കാവുന്ന ചില സത്യങ്ങളാണ് നാം കണ്ടത്. അടുത്ത വീഡിയോ കണ്ടുമുട്ടാം. ജയ് ഹിന്ദ്.